നമസ്കാരം. ബിഗ് ബോസ് ഈ ബിഗ് ബോസ് ടീമിന്റെ കയ്യില് കുരങ്ങന്റെ പൂമാല കിട്ടിയ പോലാണെന്ന് എനിക്കൊരു സംശയം. ഇനി സീരിയൽ കളിക്കുകയാണെന്നും എനിക്കൊരു സംശയം. എന്താണെന്നറിയാമോ? നമ്മൾ നേരത്തെ അനീഷ് ഒരു കഥ പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ? പറഞ്ഞു നിർത്തിയത് അനിയൻ എന്തോ ഇവര് കളിച്ചോണ്ടിരുന്നപ്പോ ഒരു ഓണ ദിവസം കളിച്ചോണ്ടിരുന്നപ്പോ അനിയന് റോഡിലോട്ട് പോയപ്പോ എന്തോ സംഭവം അനീഷോടെ പറഞ്ഞു നിർത്തിയായിരുന്നു. അതിന്റെ ബാക്കി പിന്നീട് ഒരിക്കലും നമ്മൾ കേട്ടില്ല. ഇനിയിപ്പോ അനീഷും ലക്ഷ്മിയും കൂടെ ജയിൽ ടാസ്കിനിടയ്ക്ക് അനീഷ് ഈ കഥ ബാക്കി പറയുന്നുണ്ട്. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? അനിയനെ എന്തോ കടിച്ച കാര്യമോ ഒരു തടുപ്പിന്റെ കാര്യം പറഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ ബാക്കി കേൾക്കാൻ വേണ്ടി വളരെ ആകാംക്ഷരായിട്ടിരിക്കുകയാണ്. പക്ഷെ അന്നേരം എന്ത് ചെയ്തു? നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കില് ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇതൊന്നും അല്ല നമ്മൾ കേൾക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ക്യാപ്റ്റൻസിക്കകത്ത് ഈ പറഞ്ഞ പോലെ ആര്യൻ, അനുമോള്, സാബുമാന്, അനുമോൾക്കും നൂറയ്ക്കും ഒരേ വോട്ടാണ് കിട്ടിയത്. അവസാനം അനുമോളെ തിരഞ്ഞെടുത്തു ടാസ്ക് നന്നായതുകൊണ്ട്. ഇവര് മൂന്നുപേരാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സാബുമാനോ ആര്യനോ കൊണ്ടുവരാനാണ് ചാൻസ്. ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ, വേറെ വല്ലതും ആണെങ്കിൽ അനുമോൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു കളി, അത് അതിന്റെ ബാക്കി നമുക്ക് എവിടെ കണ്ടാൽ അറിയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അനുമോളുടെ മനസ്സിലിരിപ്പ് വല്ലാത്തൊരു മനസ്സിലിരിപ്പാണ് കേട്ടോ. വല്ലാത്തൊരു പോക്കാണ് പോകുന്നത്. അപ്പൊ ക്യാപ്റ്റൻസി നടന്നു, ഇന്ന് ജയിൽ നോമിനേഷൻ നടന്ന് ജയിലിനകത്താക്കി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്ന് നടന്നത്. അനുമോളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം.